ശാക്തീകരണവും സാധ്യതകളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഋഗ്വേദ നാഗരികത മുതൽ സമകാലിക സമൂഹം വരെയുള്ള സ്ത്രീയുടെ അവസ്ഥയെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഋഗ്വേദ നാഗരികതയിൽ സ്ത്രീകളുടെ പദവി പുരുഷന്മാർക്കൊപ്പമായിരുന്നു. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും വിദ്യ അഭ്യസിക്കുകയും ബ്രഹ്മചര്യം ആചരിക്കുകയും ചെയ്തു. സ്ത്രീക്ക് ബഹുമാനമായ ഒരു സ്ഥാനമായിരുന്നു ഈ സമൂഹത്തിൽ നിന്നും ലഭിച്ചിരുന്നത്. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം, സതി എന്നീ അനാചാരങ്ങൾ ഈ കാലഘട്ടത്തിൽ അജ്ഞാതമായിരുന്നു. ഋഗ്വേദ കാലത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സ്ത്രീ സമൂഹമാണ് ബ്രിട്ടീഷ് കാലത്തെ സ്ത്രീ സമൂഹം. സതി, സ്ത്രീ ശിശു ഭ്രൂണഹത്യ, അടിമത്തം, ശൈശവ വിവാഹം, വിധവ വിവാഹ നിരോധനം എന്നിവയെല്ലാം ബ്രിട്ടീഷ് ഭരണകാലത്തെ സ്ത്രീക്ക് നേരിടേണ്ടി വന്നു. എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ധാരാളം ദേശസ്നേഹികളും ഉണ്ടായിരുന്നു. രാജാ റാം മോഹൻ റായ്, സ്വാമി വിവേകാനന്ദൻ, ശ്രീനാരായണ ഗുരു, ഈശ്വര വിദ്യ ചന്ദ്രസാഗർ തുടങ്ങിയവരെല്ലാം സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടി പ്രയത്നിച്ചു. ഇതിൽ പ്രധാനി രാജാ റാം മോഹൻ റായ് ആയിരുന്നു. ശൈശവ വിവാഹം, സതി എന്നിവ നിയമം മൂലം നിരോധിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1927